morning to all. Welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So we are on the next lecture of Income Tax and Practice. So we are dealing with the first module, Profit and Gains from Business or Profession. Today we are dealing with computation of professional income or income from profession. So we last class income from profession discuss similar problem discuss. So let's look into the question. The question is, Sri Ram is a registered medical practitioner. He keeps his books of accounts on cash basis and has summarized the cash account for the year ended as follows. അപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയാൾ എന്താണ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആണെന്ന്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വി ആർ ഗോയിങ് ടു കമ്പ്യൂട്ട് ഇൻകം ഫ്രം പ്രൊഫഷൻ. ഇനി ഒന്നും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം നോക്കുക എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അവസാനം. അപ്പോൾ നമുക്ക് റെസീപ്റ്റ് സൈഡിൽ നോക്കാം. ബാലൻസ് ബ്രോ ഡൗൺ ഉണ്ട്. ലോൺ ഫ്രം ബാങ്ക് ഫോർ പ്രൊഫഷണൽ പർപ്പസ്, sale of medicines, consultation fees, visiting fees, interest on government securities, rent from house property, gift from father-in-law and gift from patients. In the payment side, cost of medicine, general expenses, motor car expenses, salaries, rent of dispensary, telephone expenses, personal expenses, life insurance premium, interest on loan from bank, car insurance premium, both car and house property, insurance premium for both car and house property, local tax, traveling expense, charity and balance carried out. അപ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 1/2 motor car expense was used for his personal use. The following expense were unpaid on March 31st, 2020. Rent of dispensary for 4 months 1,200, telephone bills 280. Consultation fees include 6,000 as advance for attending a medical camp in April 2019. So the written down value of motor car is 1/4/2019 was 12,720 and the rate of depreciation is 15%. So ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ആൻസറിലോട്ട് പോവാം. സോ നമ്മൾ ആൻസറിലോട്ട് പോവാണ്. സോ നമ്മുടെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ പ്രോബ്ലം തരുമ്പോൾ എസ്പെഷ്യലി പ്രൊഫഷൻ്റെ പ്രോബ്ലം തരുമ്പോൾ നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആയിരിക്കും തരുന്നത്. ഇവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന് പ്രത്യേകതയുണ്ട്. നമുക്ക് എന്ത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയാലും അല്ലെങ്കിൽ എന്ത് നമ്മൾ അടച്ചില്ലെങ്കിലും ആ എഫക്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ വരത്തില്ല എന്നല്ല, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാതിരുന്നതോ എപ്പോഴും വിത്ത് എഫക്റ്റ് നമുക്ക് എന്താണ് അത് മാത്രമേ അക്കൗണ്ടിൽ വരത്തുള്ളൂ. അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. സോ നമ്മൾ പ്രൊഫഷണൽ ഇൻകംസ് എല്ലാം ആഡ് ചെയ്യുക, പ്രൊഫഷണൽ എക്സ്പെൻസ് എല്ലാം പ്രൊഫഷണൽ ഇൻകം എല്ലാം ആഡ് ചെയ്ത് അതിൽ നിന്നും പ്രൊഫഷണലിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ഇൻകം ഫ്രം പ്രൊഫഷൻ കിട്ടുന്നത്. സോ നമുക്ക് ആൻസറിലോട്ട് പോകാം. നമുക്ക് ആദ്യം എന്താണ് ഗ്രോസ് പ്രൊഫഷണൽ ഏർണിങ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം നമുക്ക് എന്താ പറയുക റെസീപ്റ്റ് സൈഡിലോട്ട് പോകാം. ലോൺ ഫ്രം ബാങ്ക് ഫോർ പ്രൊഫഷണൽ പർപ്പസ്. ഓഫ് കോഴ്സ് അപ്പോൾ നമ്മൾ തോന്നും അത് പ്രൊഫഷണൽ ഇൻകം അല്ലേ, because it is taken for loan for professional purpose, but it is considered as advance income. നമുക്ക് മുമ്പ് എപ്പോഴോ കിട്ടിയൊരു ബാങ്ക് ലോൺ ആണ്, അത് is considered as advance income. സോ അതിവിടെ എഫക്റ്റ് എടുക്കണം, അതിൻ്റെ എഫക്റ്റ് ഇവിടെ വരുത്തേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞു അഡ്വാൻസ് ഇൻകം ആൻഡ് അൺപെയ്ഡ് ഇൻകം ഇസ് നോട്ട് കൺസിഡേർഡ് ഹിയർ. സോ ഇതൊരു അഡ്വാൻസ് ഇൻകം ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ് ആസ് എന്താ പറയുക ഇപ്പോഴത്തെ എഫക്റ്റിൽ ഇത് വരത്തില്ല. Then sale of medicine or business professional income ആണ്. Consultation fees of course, visiting fees, interest on government securities is coming under income from house. Other sources, rent from house property, income from house property, gift from father-in-law personal and gift from patient is professional income. So നമ്മൾ professional income എല്ലാം ആഡ് ചെയ്തു. Sale of medicines 26,500, consultation fees 16,000, visiting fees 3,000 and gift from patient 2,000. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 47,500 കിട്ടി. ദെൻ ലെസ് പ്രൊഫഷണൽ എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പോവാം. അത് നമ്മളുടെ പേയ്മെൻറ്റ് സൈഡിൽ കിടപ്പുണ്ട്. കോസ്റ്റ് ഓഫ് മെഡിസിൻ നമ്മൾ എഴുതി 12,000, ജനറൽ എക്സ്പെൻസസ് 450, ദെൻ മോട്ടോർ കാർ എക്സ്പെൻസ് അവിടെ നിൽക്കട്ടെ, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഹാഫ് ഓഫ് ദി മോട്ടോർ കാർ ഇസ് യൂസ് ഫോർ
half of the motor car is used for personal purpose. That means motor car expense in half of personal, half of professional ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ half പോലെ professional 6,000 into 1/2 3,000. Are you clear? Then salaries എഴുതി 1,200, rent of dispensary 2,400, telephone expenses 500, personal expense വേണ്ട, life insurance premium വേണ്ട, interest on loan from bank. അത് നമ്മൾ ഈ വർഷം കൊടുത്തതാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ബാങ്ക് ലോൺ എടുത്തതിന് നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചു. നമ്മൾ ഇത് പ്രൊഫഷണൽ ആയിട്ട്, കാരണം ലോൺ എടുത്തത് പ്രൊഫഷണൽ പർപ്പസ് ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അതായത് റെസീപ്റ്റ് സൈഡിൽ ലോൺ ഇസ് ടേക്കൺ ഫോർ പ്രൊഫഷണൽ എക്സ്പെൻസ്, പ്രൊഫഷണൽ പർപ്പസ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ത് ചെയ്ത് ലെസ് ചെയ്തത്. then ഇൻഷുറൻസ് പ്രീമിയം, 2 ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, കാർ ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. സോ നമുക്ക് എന്തിൻ്റെ മതി, കാറിന് നമ്മൾ എടുക്കണം. ബിക്കോസ് പറയുന്നുണ്ട് ഹാഫ് ഓഫ് ദി കാർ ഇസ് യൂസ് ഫോർ പേഴ്സണൽ ആൻഡ് ഹാഫ് ഇസ് പ്രൊഫഷണൽ. ഓക്കെ, അപ്പോൾ കാറിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം 700 എത്ര മതി, 2/3 അല്ല, 1/2 നമുക്കിവിടെ മതി. ഇതിൻ്റെ 1/2 ആണ്. 700ൻ്റെ 1/2 എന്ന് പറയുന്നത് 350. ഓക്കെ, അതായത് ഹാഫ് ഓഫ് ദി കാർ ഇസ് യൂസ് ഫോർ പേഴ്സണൽ പർപ്പസ്. അതായത് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ 700ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 350. ദെൻ ലോക്കൽ ടാക്സ് വേണ്ട, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്, ട്രാവലിംഗ് എക്സ്പെൻസ് പേഴ്സണൽ ആണ്, ചാരിറ്റിയും പേഴ്സണൽ ആണ്. ദെൻ പിന്നെ പറയുന്നുണ്ട് റെന്റ് ഓഫ് ഡിസ്പെൻസറി ഫോർ 4 months വിച്ച് ഇസ് അൺപെയ്ഡ് ആണ്. നമ്മൾ പറഞ്ഞു അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ എഫക്റ്റ് ഇവിടെ കാണിക്കണ്ട. ടെലിഫോൺ ബിൽസും അൺപെയ്ഡ് ആണ്, നമുക്ക് കാണിക്കണ്ട. കൺസൾട്ടേഷൻ ഫീസ് ഇൻക്ലൂഡ് 6,000 ആസ് അഡ്വാൻസ് ഫോർ അറ്റൻഡിങ് എ മെഡിക്കൽ ക്യാമ്പ് ഇൻ April 2019. ഓക്കെ, സോ നമ്മളുടെ കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 16,000 ആണ്. അതിൽ ഒരു 6,000 എന്ന് പറയുന്നത് അഡ്വാൻസ് നമുക്ക് കിട്ടിയതാണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് അഡ്വാൻസ് ഇൻകം. Then return on value of motor car എന്തിനായിരിക്കും തന്നിരിക്കുന്നത്, in order to find out the depreciation for motor car. So motor carന്റെ depreciation കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 12,750, റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 15%. എത്ര പെർസെൻറ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തു, ഇൻറ്റു 1/2. ഹാഫ് ഇസ് യൂസ് ഫോർ പ്രൊഫഷണൽ പർപ്പസ്. സോ 9,954 കിട്ടും. എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 21,054 കിട്ടി. സോ 47,500 നിന്നും 21,054 കുറയ്ക്കുമ്പോൾ നമുക്ക് 26,446 ഇസ് ദി ഇൻകം ഫ്രം പ്രൊഫഷൻ. സോ ആർ യു ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കേണ്ട കാര്യം, എനി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആൻഡ് എനി അൺപെയ്ഡ് എക്സ്പെൻസസ് ഇസ് നോട്ട് കൺസിഡേർഡ് ഹിയർ. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത്, ഒന്ന് കൺസൾട്ടേഷൻ ഫീസും ഒന്ന് ലോൺ ഫ്രം ബാങ്കും. Okay, then gift from patient is an income from profession. So that's all about today's lecture. This is Asha SP signing off from Bosco Campus Vision.